നാളെ രാവിലെ 6 മണിക്ക് എമ്പുരാൻ റിലീസ്. ഇന്ന് രാവിലെ 10 മണിക്ക് തുടരും മൂവിയുടെ ട്രെയിലർ. എൽ ബ്രാൻഡ് ഇറങ്ങി കളിക്കുകയാണ് മക്കളെ. തുടരും മൂവിയുടെ ഈ ഒരു ട്രെയിലറിൻ്റെ തമ്മിൽ തന്നെ ആ ഒരു നൊസ്റ്റു സാധനമുണ്ട്. ശോഭന ലാലേട്ടൻ കോംബോ. ഇതിനു മുമ്പ് ഇതിൽ ഇവർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റേ പാട്ടുകളുടെ കുറച്ച് സ്റ്റാറ്റിക് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഫാമിലിയുടെ ഒരു ഡെപ്ത് കാണിക്കുന്ന രീതിയിലുള്ള 2 പാട്ടും അടിപൊളി പാട്ടുകളാണ്. സോ അതിനകത്ത് തന്നെ ആ ഫാമിലി ബോണ്ടിങ്, അച്ഛൻ മകൻ അമ്മ മക്കൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള ബോണ്ട്, ഒരു ഫാമിലി സാധനം ഭയങ്കരമായിട്ട് അതിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പാട്ടുകളും വളരെ അടിപൊളി പാട്ടായിരുന്നു. എസ്പെഷ്യലി ദാറ്റ് തുടരും എന്ന് വരുന്നൊരു പാട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പാട്ടാണ്. ഓക്കെ, കഥ തുടരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ എന്താണെങ്കിൽ കേൾക്കാം. നമുക്കപ്പോൾ ഇപ്പോൾ തുടരും മൂവിയുടെ ട്രെയിലർ ഒന്ന് നോക്കാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. സത്യം. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? കാർ എല്ലാത്തിനും ലാലേട്ടല്ലോ. നന്ദുവിൻ്റെ കാറല്ലേ? താടി തൊട്ടാൻ കൈ വെട്ടു. താടി സീനാണ്. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ. എന്റെ കാറ് കിട്ടൂല. அந்த ஆளுக்கு கார் கையில கட்டியா கிளிப்போ. ഒരു തമിഴ് ബേസ്ഡ് ക്യാരക്ടറാണ് ഒരു ഫാമിലി. മഴ നനയാലല്ലോ കുട്ടിച്ചാ. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കേ. ട്രെയിലറിന്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സംഗതിയെ മാറിപ്പോയി. തുടക്കത്തിൽ ആ ഒരു ഫണ്ണ് BGM-ഉം പരിപാടിയൊക്കെ ഇട്ടിട്ട് സാധനം ഇങ്ങനെ ഒരു ട്രാക്ക് പിടിച്ച് വരികയായിരുന്നു. ഒരു ഫാമിലി ഫണ്ണ്, അതിൻ്റെ അകത്തുള്ള കുറേ ഡയലോഗ്, താടി ഡയലോഗ് പരിപാടികളെല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫാമിലി ഫൺ എൻ്റർടൈനർ എന്ന് പറഞ്ഞ രീതിക്ക് പോയിരുന്ന സാധനം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്ത് ഷിഫ്റ്റായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറി, ഫ്രെയിമുകൾ മാറി, ലാലേട്ടൻ്റെ മുഖത്തുള്ള ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ ആ കണക്ക് മാഷിൻ്റെ റെഫറൻസ് പറയുന്നൊരു സാധനമില്ലേ, ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കണക്ക് മാഷ് കയറി വന്നിട്ട്, അത് ശരിക്കും അത് ഫണ്ണല്ല തോന്നുന്നു. കാരണം നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ലൈഫിൻ്റെ അകത്തേക്ക് ഒരു കണക്ക് മാഷിനെ പോലെ കുറേ ചോദ്യങ്ങളും ചോദിച്ചിട്ട് എന്തോ ഒന്ന് അല്ലെങ്കിൽ ആരൊക്കെയോ കയറി വരുന്നു എന്നുള്ളതാണ് ട്രെയിലറിൻ്റെ ഫ്രണ്ടിലും ട്രെയിലറിൻ്റെ എൻഡും ആയപ്പോൾ എനിക്ക് കണക്റ്റ് ആയൊരു സംഗതി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയാണ് ഒരു സാധനം കണക്റ്റ് ആയത്. പിന്നെ ഇതിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഇറക്കി വിട്ടത് വളരെ നന്നായി. കാരണം ഈ എമ്പുരാൻ്റെ ഹൈപ്പിൽ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ല ആപ്റ്റ് കാര്യം. പിന്നെ ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിനകത്ത് മിണ്ടാതിരിക്കുന്നൊന്നുമില്ല. അങ്ങേര് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതെന്തോ മാരക ത്രില്ലറാണെന്നുള്ള കാര്യം അങ്ങേരെ വിളിച്ച് പറഞ്ഞു കളഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും തുടരും ഒട്ടും കുറവല്ല. അപ്പോൾ എമ്പുരാൻ്റെ ഹൈപ്പിൽ മേ ബി തുടരും എന്നുള്ളൊരു സിനിമയെക്കുറിച്ച് അധികം ചർച്ച വരാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനുള്ളൊരു മൂവിയാണ് തുടരും എന്നുള്ളത്. ബിക്കോസ് തരുൺ മൂർത്തി ചുമ്മാ അതൊന്നും പണി വെക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. സോ എന്താണെങ്കിലും ആ ഒരു കോംബോ, മോഹൻലാൽ ശോഭന കോംബോ കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്. ആൻഡ് ലാലേട്ടൻ്റെ ആ ഒരു ഫൺ സാധനം ഉണ്ടല്ലോ, ഒരു അച്ഛൻ ഫാമിലി ഫണ്ണ് മക്കൾ, അതൊരു സെർട്ടൻ പീരീഡിൽ അത് ഭയങ്കര രസമായിരിക്കും ആ ഒരു സാധനങ്ങൾ. അത് നമ്മൾ ഈ എമ്പുരാനും കൂടിയും കണ്ടിട്ട് തിയേറ്ററിൽ തുടരും കാണാൻ പോകുമ്പോൾ അബ്രാം ഖുറേഷി, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ പിന്നെയും ലാലേട്ടൻ്റെ ഒരു ഫാമിലി സാധനം ആൻഡ് അതിനകത്തുള്ള ഈ ഒരു സസ്പെൻസ് ത്രില്ലർ എന്നുള്ള പരിപാടിയൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ തുടരും ചില്ലറ പരിപാടിയല്ല.